ഹായ് നമസ്കാരം ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 10th പ്രിലിംസിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞു. ഇനി 10th മെയിൻസിൻ്റെ എക്സാമിൻ്റെ ഡേറ്റും വന്നു കഴിഞ്ഞതാണ്. അപ്പോൾ 10th മെയിൻസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ്, അതായത് നമ്മുടെ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ്, അതുപോലെ പത്മശ്രീ പുരസ്കാരവുമായി ബന്ധപ്പെട്ടുള്ളത്, അതുപോലെ ബജറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഏറ്റവും ടൈറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ കഴിയുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിതിൽ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നല്ലോണം ഒന്ന് ശ്രമിക്കുക, എഴുതാൻ പറ്റുന്നുണ്ടോ കിട്ടുന്നുണ്ടോ എന്നൊക്കെ. എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ലെവൽ തന്നെ ആയിരിക്കാം നമ്മുടെ 10th മെയിൻസ്. കുറച്ച് എന്തായാലും ടഫായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ആഡ് ചെയ്തേക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 2024 സാമ്പത്തിക നൊബേൽ സമ്മാനം ലഭിച്ചവർ ആരൊക്കെയാണ്? 2024 സാമ്പത്തിക നൊബേൽ സമ്മാനം ലഭിച്ചവർ ആരൊക്കെയാ? ഡാരൻ അസമോഗ്ലു, അതുപോലെ സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ. 2024 അതായത് ഏറ്റവും അവസാനമായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചവർ ചോദിച്ചാൽ ആരൊക്കെയാ? ഡാരൻ അസമോഗ്ലുയും അതുപോലെ സൈമൺ ജോൺസൺ, അതുപോലെ ജെയിംസ് റോബിൻസൺ ആണ്. 3 പേർക്കാണ് ഏറ്റവും അവസാനമായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത്. ഇനി താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്ന്, 2024 സാഹിത്യത്തിലുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഹാൻ കാങ്ങിനാണ്. സാഹിത്യ നൊബേൽ പുരസ്കാരം നേടുന്ന 18ാമത്തെ വനിതയും ആദ്യത്തെ ഏഷ്യൻ വനിതയും അതുപോലെ നൊബേൽ പുരസ്കാരം നേടുന്ന 2ാമത്തെ ദക്ഷിണ കൊറിയൻ വ്യക്തിയുമാണ് ഹാൻ കാങ്. 3, ഹാൻ കാങ്ങിന് ദക്ഷിണ കൊറിയൻ പൗരത്വമാണുള്ളത്. 3 പ്രസ്താവന തന്നിട്ടുണ്ട്. ഈ 3 പ്രസ്താവനയിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കണം. ഏതൊക്കെയാ? ഒന്നെന്താ പറഞ്ഞത്? 2024 സാഹിത്യ നൊബേൽ പുരസ്കാരം ആർക്കെന്നെ ലഭിച്ചത്? ഹാൻ കാങ്ങിന് തന്നെയാണ്. സാഹിത്യ നൊബേൽ പുരസ്കാരം നേടുന്ന 18ാമത്തെ വനിതയും അതുപോലെ ആദ്യത്തെ ഏഷ്യൻ വനിതയുമാണ് ആര്? ഹാൻ കാങ്. ഇനി ഹാൻ കാങ്ങിന് ഏത് പൗരത്വമുള്ളത്? ദക്ഷിണ കൊറിയൻ പൗരത്വമാണ് ഉള്ളത്. 3 പ്രസ്താവനകളും പഠിച്ചു വെച്ചോ, ശരിയാണ്. ഇനി സാഹിത്യ നൊബേൽ പുരസ്കാരം നേടുന്ന എത്രാമത്തെ വനിതയാണ് ഹാൻ കാങ്? സാഹിത്യ നൊബേൽ പുരസ്കാരം നേടുന്ന എത്രാമത്തെ വനിത നമ്മൾ ഓൾറെഡി ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. എത്രാമത്തെ? 18ാമത്തെ വനിതയാണ് ഹാൻ കാങ്. ഇനി താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 3 പ്രസ്താവന തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഒന്ന്, 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബീസ്, ജോൺ എം ജംബർ എന്നിവർക്കാണ്. 2, കമ്പ്യൂട്ടേഷനിൽ പ്രോട്ടീൻ ഡിസൈനുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ് ഡേവിസ് ബേക്കറിന് പുരസ്കാരം. 1990കളിൽ രൂപം നൽകിയ റോസെറ്റ് എന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉപയോഗിച്ചിട്ടാണ് പ്രോട്ടീൻ ഘടന തിരിച്ചറിഞ്ഞത്. 3ാമത്തെ പ്രസ്താവന: അമിനോ ആസിഡ് ശ്രേണിയിൽ നിന്ന് പ്രോട്ടീന്റെ ത്രിമാന ഘടന പ്രവചിക്കാൻ വേണ്ടിയിട്ട് ആൽഫ ഫോൾഡ്, ഈ ഒരു ടേം നിങ്ങൾ ഓർത്തു വെക്കണം. ആൽഫ ഫോൾഡ് എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ വികസിപ്പിച്ചതിനാണ് ഗൂഗിൾ ശാസ്ത്രജ്ഞരായിട്ടുള്ള ഡെമിസ് ഹസാബിനും ജോൺ ജംബർക്കും പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2024 കൊടുത്ത രസതന്ത്ര നൊബേലുമായി ബന്ധപ്പെട്ടിട്ട് ഒരു 3 പ്രസ്താവനയാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ ഒന്നുകൂടി നോക്കാം. 2024 രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാ? 1, ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബീസ്, ജോൺ എം ജംബർ. 3 പേർക്കാണ് 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ അല്ലെങ്കിൽ കെമിസ്ട്രിക്കുള്ള നൊബേൽ ലഭിച്ചത്. ആ 3 പേരും പഠിച്ചു വെക്കുക. ഏതൊക്കെയാ? ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബീസ്, ജോൺ എം ജംബർ. 3 പേർക്കാണ് 2024 രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത്. ഇനി എന്തിനാ കിട്ടിയത്? കമ്പ്യൂട്ടേഷനിൽ പ്രോട്ടീൻ ഡിസൈനുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ് ഡേവിഡ് ബേക്കറിന് പുരസ്കാരം. 1990കളിൽ രൂപം നൽകിയ റോസെറ്റ് എന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉപയോഗിച്ചിട്ടാണ് പ്രോട്ടീൻ ഘടന തിരിച്ചറിഞ്ഞത്. ആര്? ഡേവിഡ് ബേക്കർ. അപ്പൊ ഡേവിഡ് ബേക്കറിന് എന്തിനാ കിട്ടിയത്? കമ്പ്യൂട്ടേഷനിൽ പ്രോട്ടീൻ ഡിസൈനുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ് ഡേവിഡ് ബേക്കറിന് 2024 കെമിസ്ട്രിക്കുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഇനി അത് ശരിയാണ്. ഇനി 3ാമത്തെ പ്രസ്താവന എന്താ? അമിനോ ആസിഡ് ശ്രേണിയിൽ നിന്ന് പ്രോട്ടീനിന്റെ ത്രിമാന ഘടന പ്രവചിക്കാൻ വേണ്ടിയിട്ട് ആൽഫ ഫോൾഡ് എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ വികസിപ്പിച്ചതിനാണ് ബാക്കി 2 പേർക്കും, ആർക്കൊക്കെ? ഗൂഗിൾ ശാസ്ത്രജ്ഞരായിട്ടുള്ള ഡെമിസ് ഹസാബിനും അതുപോലെ ജോൺ ജംബർക്കും പുരസ്കാരം ലഭിച്ചു. അപ്പോൾ 3 പ്രസ്താവനകളും പഠിച്ചു വെക്കുക. എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇനി 2024 ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ പുരസ്കാരം ലഭിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? 2024
ഭൗതിക ശാസ്ത്രത്തിൽ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാ? ഓപ്ഷൻ ബി ആണ് ജോൺ ജെ ഹോപ്ഫീൽഡും അതുപോലെ ജിഫ്രി ഇ ഹിൻടനുമാട്ടോ. ഓപ്ഷൻ ബി ആണ് ജോൺ ജെ ഹോപ്ഫീൽഡും അതുപോലെ ജിഫ്രി ഇ ഹിൻടനുമാണ് 2024 ഫിസിക്സിൽ നൊബേൽ പുരസ്കാരം ലഭിച്ചവർ ആയിരിക്കുക? ജോൺ ജെ ഹോപ്ഫീൽഡും അതുപോലെ ജിഫ്രി ഇ ഹിൻടനുമാണ്. ഇനി ആറാമത്തെ ചോദ്യം, 2024 വൈദ്യശാസ്ത്രത്തിൽ നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 വൈദ്യശാസ്ത്രത്തിൽ നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ എ ആണ് വിക്ടർ ആംബ്രോസിനും അതുപോലെ ഗാരി റോബ്കിനുമാണ്. വിക്ടർ ആംബ്രോസിനും ഗാരി റോബ്കിനുമാണ് 2024 വൈദ്യശാസ്ത്രത്തിലെ നൊബേൽ പുരസ്കാരം ലഭിച്ചത് ചോദിച്ചാൽ ആർക്കൊക്കെയാ? വിക്ടർ ആംബ്രോസിനും ഗാരി റോബ്കിനുമാണ്. ഇനി 2024 ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ശരിയായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്. 2024 ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ പുരസ്കാരം ലഭിച്ചത് ജോൺ ജെ ഹോപ്ഫീൽഡ്, ജിഫ്രി ഇ ഹിൻടൻ എന്നിവർക്കാണ്. രണ്ടാമത്തെ പ്രസ്താവന, ജോൺ ജെ ഹോപ്ഫീൽഡ് US പൗരനും ജിഫ്രി ഇ ഹിൻടൻ ബ്രിട്ടീഷ് കനേഡിയൻ പൗരനുമാണ്. 3 മെഷീൻ ലേണിംഗ് അതായത് യന്ത്രപഠനം സാങ്കേതിക വിദ്യക്കുള്ള അടിസ്ഥാനമൊരുക്കിയ കണ്ടെത്തലുകൾ അവതരിപ്പിച്ചതിലെ ഇരുവരുടെയും സംഭാവനകൾക്കാണ് 2024 ഫിസിക്സിനുള്ള നൊബേൽ പുരസ്കാരം ഇവർക്ക് ലഭിച്ചത്. അപ്പോൾ 3 പ്രസ്താവനകൾ 2024 ഫിസിക്സിന് കൊടുത്ത നൊബേലുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത് ഏതൊക്കെയാന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാ പഠിച്ചു വെച്ചോ. 2024 ആർക്കൊക്കെയാ ലഭിച്ചത്? ജോൺ ജെ ഹോപ്ഫീൽഡ്, ജിഫ്രി ഹിൻടൻ എന്നിവർക്കാണ് എന്ത് ചെയ്തത്? ഫിസിക്സിൽ പുരസ്കാരം ലഭിച്ചത്. ജോൺ ജെ ഹോപ്ഫീൽഡ് US പൗരനും ജിഫ്രി ഇ ഹിൻടൻ ബ്രിട്ടീഷ് കനേഡിയൻ പൗരനുമാണ്. എന്തിനാ കിട്ടിയത്? മെഷീൻ ലേണിംഗ് സാങ്കേതിക വിദ്യക്കുള്ള അടിസ്ഥാനമൊരുക്കിയ കണ്ടെത്തലുകൾക്ക് അവതരിപ്പിച്ചതിനാണ് ഇരുവർക്കും എന്ത് ചെയ്തത്? നൊബേൽ പുരസ്കാരം ലഭിച്ചത്. 3 പ്രസ്താവനകളും ശരിയാണ്. ഇനി രാജ്യത്തിന്റെ 76ാമത് റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾക്ക് നൽകുന്ന ഇൻവിറ്റേഷൻ ബോക്സിൽ ഉൾപ്പെട്ട ദക്ഷിണേന്ത്യയുടെ GI ടാഗഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഏതൊക്കെയാണ്? രാജ്യത്തിന്റെ 76ാമത് റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടിക്ക് നൽകുന്ന ഇൻവിറ്റേഷൻ ബോക്സിൽ ഉൾപ്പെട്ട ദക്ഷിണേന്ത്യയുടെ GI ടാഗ് ക്രാഫ്റ്റ് ഐറ്റംസ് ഏതൊക്കെയാണ്? 1 പെൻസിൽ പൗച്ച്, 2 എറ്റിക്കൊപ്പാക്ക കളിപ്പാട്ടങ്ങൾ, കലംകാരി ബാംബു ബോക്സ്, കാഞ്ചീപുരം സിൽക്ക് പൗച്ച്, മധുര പലഹാരങ്ങൾ. ഇതിലേതൊക്കെയാണ് ഇൻവിറ്റേഷൻ ബോക്സിൽ ഉൾപ്പെട്ട ദക്ഷിണേന്ത്യയുടെ ഭാഗത്തുനിന്ന് GI ടാഗ് ക്രാഫ്റ്റഡ് ഐറ്റംസ് ഏതൊക്കെയാ? ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഇല്ല. 1, 2, 3, 4 കേട്ടോ. ഇത് പഠിക്കണ്ട, ബാക്കിയൊക്കെ പഠിച്ചു വെച്ചോ. പെൻസിൽ പൗച്ച്, എറ്റിക്കൊപ്പാക്ക കളിപ്പാട്ടങ്ങള്, കലംകാരി ബാംബു ബോക്സ്, കാഞ്ചീപുരം സിൽക്ക് പൗച്ച്. ഇതൊക്കെ എന്തായിരുന്നു? നമ്മുടെ 76ാമത് റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾക്ക് നൽകുന്ന ഇൻവിറ്റേഷൻ ബോക്സിൽ ഉൾപ്പെട്ട ദക്ഷിണേന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള GI ടാഗഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ആണ്. പെൻസിൽ പൗച്ച്, എറ്റിക്കൊപ്പാക്ക കളിപ്പാട്ടങ്ങള്, കലംകാരി ബാംബു ബോക്സ്, കാഞ്ചീപുരം സിൽക്ക് പൗച്ച്. ഇനി റിപ്പബ്ലിക് ദിനത്തിൽ ഇനി മുതൽ സ്കൂളുകളിൽ പ്രവൃത്തി ദിനമാക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജനുവരി 26 ഇനി മുതൽ പ്രവൃത്തി ദിനമാക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ് മഹാരാഷ്ട്ര കേട്ടോ. ഏതാ? മഹാരാഷ്ട്രയാണ്. ഇനി 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ മനുഷ്യ പിരമിഡ് തീർത്ത റെക്കോർഡുകൾ നേടിയ ഇന്ത്യൻ കരസേനയുടെ റൈഡർ സംഘവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാന്ന് കണ്ടെത്തുക. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ മനുഷ്യ പിരമിഡ് തീർത്ത് റെക്കോർഡുകൾ നേടിയ ഇന്ത്യൻ കരസേനയുടെ റൈഡർ സംഘവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ എന്താ പറഞ്ഞത്? 7 ബൈക്കുകളിൽ നിന്നായിട്ട് 40 കരസേനാ അംഗങ്ങൾ 20.4 അടി ഉയരത്തിൽ അണിനിരന്നായിരുന്നു യാത്ര. 2 ദേശീയ പതാക കയ്യിലേന്തി ന്യൂഡൽഹി വിജയ് ചൗക്ക് മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള 2 കിലോമീറ്റർ ദൂരമാണ് യാത്ര ചെയ്തത്. 3 ഗിന്നസ് ബുക്ക്, ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവയിലെല്ലാം റെക്കോർഡ് നേടി. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ കരസേനയുടെ റൈഡർ സംഘവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? 3 പഠിച്ചു വെക്കണേ. 3 ശരിയാണ്. 7 ബൈക്കുകളിൽ നിന്നായിട്ട് 40 കരസേനാ അംഗങ്ങൾ 20.4 അടി ഉയരത്തിൽ അണിനിരന്നായിരുന്നു യാത്ര എന്ന് പറയുന്നത്. ദേശീയ പതാക കയ്യിലേന്തി
ഡൽഹി വിജയ് ചൗക്ക് മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള 2 കിലോമീറ്റർ ദൂരമാണ് യാത്ര ചെയ്തത്. ഗിന്നസ് ബുക്ക്, അതുപോലെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവയിലെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? റെക്കോർഡ് നേടിയിട്ടുണ്ട്. ചിലപ്പോൾ ഇതിങ്ങനെ തന്നെ ചോദിക്കണം എന്നില്ല, ഏതെങ്കിലും എന്ത് ചെയ്യാം, വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിച്ചെന്ന് വരാം. ഇനി 2025 റിപ്പബ്ലിക് ദിന പരേഡിന്റെ പരിശീലനത്തിന്റെ മോട്ടോർ സൈക്കിളിൽ ഏറ്റവും ഉയരമുള്ള മനുഷ്യ പിരമിഡ് തീർത്തതിന്റെ റെക്കോർഡുകൾ നേടിയ ഇന്ത്യൻ കരസേനയുടെ റൈഡർ സംഘം ഏതാ? നമ്മളിപ്പോ പറഞ്ഞു, ഏതായിരുന്നു? ഡയർ ഡെവിൾസ് കേട്ടോ. ഡയർ ഡെവിൾസ് ആണ് 2025 റിപ്പബ്ലിക് ദിന പരേഡിന്റെ പരിശീലനത്തിനിടെ മോട്ടോർ സൈക്കിളിൽ ഏറ്റവും ഉയരമുള്ള മനുഷ്യ പിരമിഡ് തീർത്തതിന്റെ റെക്കോർഡുകൾ നേടിയ ഇന്ത്യൻ കരസേനയുടെ റൈഡർ സംഘം ചോദിച്ചാൽ ഡയർ ഡെവിൾസ് ആണ്. ഇനി ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷൻ, അതായത് DRDOയുടെ 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രദർശിപ്പിച്ച തദ്ദേശീയ ഹ്രസ്വദൂര അർദ്ധ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ DRDO, അതായത് ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷൻ പ്രദർശിപ്പിച്ച തദ്ദേശീയ ഹ്രസ്വദൂര അർദ്ധ ബാലിസ്റ്റിക് മിസൈൽ ഏതാ? ഓപ്ഷൻ A ആണ് പ്രളയ. പ്രളയാണ്. ഇനി താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇന്തോനേഷ്യയിൽ നിന്നുള്ള 352 അംഗ ബാൻഡ് സംഘം 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തു. 2 കരസേനക്കും വ്യോമസേനക്കും വേണ്ടിയുള്ള പരമ്പരാഗത ആക്രമണങ്ങൾക്കായിട്ട് ഇന്ത്യയുടെ ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയ് എന്ന് പറയുന്നത്. കരസേനക്കും വ്യോമസേനക്കും വേണ്ടിയുള്ള പരമ്പരാഗത ആക്രമണങ്ങൾക്കായിട്ട് ഇന്ത്യയുടെ ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി എന്ന് പറയുന്നത്. ഈ 3 പ്രസ്താവനകളിൽ നിന്ന് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് കണ്ടുപിടിക്കുക. ഒന്നാമത്തെ എന്താ പറഞ്ഞത്? ഇന്തോനേഷ്യയിൽ നിന്നുള്ള 352 അംഗ ബാൻഡ് സംഘം 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തിട്ടുണ്ട്. ശരിയാണ്. കരസേനക്കും വ്യോമസേനക്കും വേണ്ടിയുള്ള പരമ്പരാഗത ആക്രമണങ്ങൾക്കായിട്ട് ഇന്ത്യയുടെ ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയ് എന്ന് പറയുന്നത്. പ്രളയാണ് എന്ത് ചെയ്തത്? 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ DRDO അവതരിപ്പിച്ച മിസൈൽ എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇത് തെറ്റാണ്. ഇനി രാജ്യത്തെ ആദ്യത്തെ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? മഹാരാഷ്ട്രയിലാണ്. ഓപ്ഷൻ C ആണ്, മഹാരാഷ്ട്രയിലാണ്. രാജ്യത്തെ ആദ്യത്തെ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലാണ്. ഇനി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് കണ്ടുപിടിക്കുക. തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെടുക്കാം. 1, 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഓൺലൈൻ വോട്ടെടുപ്പിലൂടെ 1ാം സ്ഥാനം ലഭിച്ചത് വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ ടാബ്ലോക്കാണ്. 2, 2025 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ട് മഹാരാഷ്ട്ര സർക്കാരിന്റെ മാതച്ചേഗാവ് പദ്ധതി ഉൾക്കൊള്ളുന്ന ഒരു ടാബ്ലോ ന്യൂഡൽഹിയിൽ പ്രദർശിപ്പിച്ചു. 3, രാജ്യത്തെ ആദ്യത്തെ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. രാജ്യത്തെ ആദ്യത്തെ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഈ 4 പ്രസ്താവനകളിൽ നിന്ന് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഒന്നെന്താ പറഞ്ഞത്? 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഓൺലൈൻ വോട്ടെടുപ്പിലൂടെ 1ാം സ്ഥാനം ലഭിച്ചത് വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ ടാബ്ലോക്കാണ്. ശരിയാണ്. 2025 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ട് മഹാരാഷ്ട്ര സർക്കാരിന്റെ മാതച്ചേഗാവ് പദ്ധതി ഉൾക്കൊള്ളുന്ന ഒരു ടാബ്ലോ ന്യൂഡൽഹിയിൽ പ്രദർശിപ്പിച്ചു. ശരിയാണ്. രാജ്യത്തെ ആദ്യത്തെ തേൻ ഗ്രാമം നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞു എവിടെയാ? മഹാരാഷ്ട്രയിൽ തന്നെയാണ്, ഡൽഹിയിലല്ല. ഇപ്പോൾ 3 പ്രസ്താവനകളാണ് ശരി. അത് 3ഉം പഠിച്ചു വെക്കുക. ഇനി 2025 റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് കണ്ടുപിടിക്കുക. ഒന്നെന്താ? കേന്ദ്ര മന്ത്രാലയങ്ങൾ അവതരിപ്പിച്ച ടാബ്ലോകളിൽ ഒന്നാമതെത്തിയത് പട്ടികവർഗ മന്ത്രാലയമാണ്. 2, സായുധ സേനാ വിഭാഗങ്ങളിൽ ജമ്മു കാശ്മീർ റൈഫിൾസും കരസേനാ വിഭാഗത്തിൽ ഡൽഹി പോലീസും മികച്ച മാർച്ചിംഗ് ടീമുകളായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. മൈഗാവ് പോർട്ടലിൽ ഇഷ്ട ടാബ്ലോകൾക്കും സേനകൾക്കും വോട്ട് ചെയ്യുന്നതിന് ജനങ്ങൾക്കും അവസരമൊരുക്കിയിരുന്നു. മൈഗാവ് പോർട്ടലിൽ 1ാം സ്ഥാനം നേടിയത് ഉത്തർപ്രദേശിന്റെ ടാബ്ലോയ്ക്കാണ്. അപ്പൊ 4 പ്രസ്താവനയുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഒന്നാമത്തെ എന്താ പറഞ്ഞാൽ? കേന്ദ്ര മന്ത്രാലയങ്ങൾ അവതരിപ്പിച്ച ടാബ്ലോകളിൽ ഒന്നാമതെത്തിയത് പട്ടികവർഗ മന്ത്രാലയമാണ്. ശരിയാണ്. കേന്ദ്ര മന്ത്രാലയങ്ങൾ അവതരിപ്പിച്ച ടാബ്ലോകളിൽ ഒന്നാമതെത്തിയത് പട്ടികവർഗ മന്ത്രാലയമാണ്. 2, സായുധ സേനാ വിഭാഗങ്ങളിൽ ജമ്മു കാശ്മീർ റൈഫിൾസും കരസേനാ വിഭാഗത്തിൽ ഡൽഹി പോലീസും മികച്ച മാർച്ചിംഗ് ടീമുകളായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു.
മൈഗാവ് പോർട്ടലിൽ ഇഷ്ടപ്പെട്ട ടാബ്ലോകൾക്കും സേനകൾക്കും വോട്ട് ചെയ്യുന്നതിന് ജനങ്ങൾക്കും എന്തുണ്ടായിരുന്നു, അവസരം ഒരുക്കിയിരുന്നു. ഇത് തെറ്റാണ്. 1, 2, 3 ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇനി 17ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? 1, 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ കുംഭമേള പശ്ചാത്തലമാക്കിയുള്ള ഉത്തർപ്രദേശിന്റെ ടാബ്ലോക്കാണ് 1ാം സ്ഥാനം നേടിയത്. 2, 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പൈതൃകവും വികസനവും എന്ന വിഷയത്തിൽ ത്രിപുര സംസ്ഥാനമാണ് 2ാം സ്ഥാനം നേടിയത്. 3, 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ മരം കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടങ്ങൾ അവതരിപ്പിച്ചതിന് മഹാരാഷ്ട്രക്കാണ് 3ാം സ്ഥാനം നേടിയത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? അപ്പോൾ ഏതൊക്കെ ഇതിൽ ശരിയായിട്ടുള്ളത്? 1, ഇതെന്തായാലും പഠിച്ചു വെച്ചോട്ടോ, ഇത് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തേതാണ് 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ കുംഭമേള പശ്ചാത്തലമാക്കിയുള്ള ഉത്തർപ്രദേശിന്റെ ടാബ്ലോക്കായിരുന്നു 1ാം സ്ഥാനം. ശരിയാണ്, ഉത്തർപ്രദേശിന്റെ ടാബ്ലോക്കായിരുന്നു 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ 1ാം സ്ഥാനം നേടിയത്. 2, 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പൈതൃകവും വികസനവും എന്ന വിഷയത്തിൽ ത്രിപുര സംസ്ഥാനമാണ് 2ാം സ്ഥാനം നേടിയത്. അതും ശരിയാണ്, 2ാം സ്ഥാനം ആർക്കായിരുന്നു? ത്രിപുരക്കായിരുന്നു. 3, 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ മരം കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടങ്ങൾ അവതരിപ്പിച്ചതിന് മഹാരാഷ്ട്രക്കാണ് 3ാം സ്ഥാനം. അത് തെറ്റാണ്, മഹാരാഷ്ട്രയല്ല, ആന്ധ്രാപ്രദേശാണ് കേട്ടോ. 3ാം സ്ഥാനം ആർക്കായിരുന്നു? ആന്ധ്രാപ്രദേശിനാണ്. മരം കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടങ്ങൾ തന്നെയായിരുന്നു അവർ അവതരിപ്പിച്ചത് കേട്ടോ. ആന്ധ്രാപ്രദേശ് അവതരിപ്പിച്ചത് മരം കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടങ്ങൾ തന്നെയാണ്. 3ാം സ്ഥാനം നേടിയതാര? ആന്ധ്രാപ്രദേശാണ്. ഒന്നാമതാര? കുംഭമേള പശ്ചാത്തലമാക്കിയുള്ള ഉത്തർപ്രദേശിന്റെ ടാബ്ലോക്കാണ് 1ാം സ്ഥാനം. അതുപോലെ പൈതൃകവും വികസനവും എന്ന വിഷയത്തിൽ ത്രിപുര സംസ്ഥാനം അവതരിപ്പിച്ച ടാബ്ലോ ആണ് 2ാം സ്ഥാനം. പിന്നെ അതുപോലെ മരം കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടങ്ങൾ അവതരിപ്പിച്ചതിന് ആന്ധ്രാപ്രദേശിനാണ് 3ാം സ്ഥാനം ലഭിച്ചത്. ഇനി റിപ്പബ്ലിക് ദിന പരേഡിൽ വനിതകൾ മാത്രമുള്ള CRPF സംഘത്തെ നയിച്ചത് ആരാം? റിപ്പബ്ലിക് ദിന പരേഡിൽ വനിതകൾക്ക് മാത്രമായിട്ടുള്ള CRPF സംഘത്തെ നയിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ എ ആണ്, പൂനം ഗുപ്തയാട്ടോ. ആരാ? പൂനം ഗുപ്തയാണ്. ഇനി 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത കേരളത്തിലെ ആദിവാസി രാജാവ് ആരാ? 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത കേരളത്തിലെ ആദിവാസി രാജാവ് ചോദിച്ചാൽ ആരാ? രാമൻ രാജമന്നൻ ആട്ടോ. ഓപ്ഷൻ ഡി ആണ്, രാമൻ രാജമന്നനാണ്. ഇനി 76ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? 76ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? പ്രഭാവോ സുബിയാന്തോ ആണ്. ഓപ്ഷൻ ഡി ആണ്, പ്രഭാവോ സുബിയാന്തോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ്. ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് 2025 ആഘോഷിച്ചത്? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്രയാ? 76ാമത് അല്ലെ, 76ാമതാണ്. ഇനി 2025 പത്മശ്രീ പുരസ്കാരം നേടിയ നയി ആശ എന്ന ഫൗണ്ടേഷനിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ട മുസാഹർ സമുദായത്തെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിച്ച വ്യക്തി ആരാണ്? 2025 പത്മശ്രീ പുരസ്കാരം നേടിയ നയി ആശ എന്ന ഫൗണ്ടേഷനിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ട മുസാഹർ സമുദായത്തിന്റെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിച്ച വ്യക്തി ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, ഭീം സിംഗ് ഭാവേശ് ആട്ടോ. ഓപ്ഷൻ സി, ഭീം സിംഗ് ഭാവേശ്. ഇനി 2025 പത്മശ്രീ പുരസ്കാരം നേടിയ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ദാക്ക് കളിക്കാരൻ ആരാണ്? പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ദാക്ക് കളിക്കാരൻ 2025 പത്മശ്രീ പുരസ്കാരം നേടിയ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ദാക്ക് കളിക്കാരൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ്, ഗോകുൽ ചന്ദ്ര ഡേ ആട്ടോ. ഓപ്ഷൻ ബി, ഗോകുൽ ചന്ദ്ര ഡേ ആണ്. ഇനി 2025 പത്മശ്രീ പുരസ്കാരം നേടിയ ഗോവയിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനി ആരാം? 2025 പത്മശ്രീ പുരസ്കാരം നേടിയ ഗോവയിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനി ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, ലിബിയ ലോബോ സർദേശായി. ലിബിയ ലോബോ സർദേശായി. ലിബിയ ലോബോ സർദേശായി 2025 പത്മശ്രീ പുരസ്കാരം നേടിയ ഗോവയിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആര്? ലിബിയ ലോബോ സർദേശായി. ഇനി 2025 പത്മശ്രീ പുരസ്കാരം നേടിയ ക്രിക്കറ്റ് താരം ആരാ? 2025 പത്മശ്രീ പുരസ്കാരം നേടിയ ക്രിക്കറ്റ് താരം ചോദിച്ചാൽ ആരാ? ആർ അശ്വിൻ ആട്ടോ. ഓപ്ഷൻ സി ആണ്, ആർ അശ്വിൻ ആണ്. ഇനി 2025 പത്മശ്രീ പുരസ്കാരം നേടിയ തമിഴ്നാട് മൃദംഗ വിദ്വാൻ ആരാ? തമിഴ്നാട്ടിലെ മൃദംഗ വിദ്വാൻ 2025 പത്മശ്രീ പുരസ്കാരം നേടിയ തമിഴ്നാട്ടിലെ മൃദംഗ വിദ്വാൻ ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ ഡി ആണ്, ഗുരുവായൂർ ദുരൈ ആട്ടോ. ആരാ? ഗുരുവായൂർ ദുരൈ ആണ്. ഇനി 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള വ്യക്തി ആരാ?
2025 പത്മഭൂഷൺ ലഭിച്ച കേരളത്തിൽ നിന്നുള്ള വ്യക്തി ചോദിച്ചാൽ ആരാ? ജോസ് ചാക്കോ പെരിയപുരം. ആരാ? ജോസ് ചാക്കോ പെരിയപുരം. ഇനി തന്നിരിക്കുന്നതിൽ 2025 പത്മ വിഭൂഷൺ പുരസ്കാരം കിട്ടിയ വ്യക്തി ആരാണ്? തന്നിരിക്കുന്നതിൽ 2025 പത്മവിഭൂഷൺ പുരസ്കാരം കിട്ടിയ വ്യക്തി ചോദിച്ചാൽ ആരാ? MT വാസുദേവൻ നായർ. ഓപ്ഷൻ സി ആണ്, MT വാസുദേവൻ നായരാണ്. ഇനി 29ാമത്തെ ചോദ്യം, 2025 പത്മവിഭൂഷൺ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ സിഖ് വിഭാഗത്തിൽ നിന്നുള്ള ചീഫ് ജസ്റ്റിസ് ആരാണ്? 2025 പത്മവിഭൂഷൺ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ സിഖ് വിഭാഗത്തിൽ നിന്നുള്ള ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ ഡി ആണ്, ജഗദീഷ് സിംഗ് കഹാർ കേട്ടോ. ജഗദീഷ് സിംഗ് കഹാർ ആണ്. ഓപ്ഷൻ ഡി, ജഗദീഷ് സിംഗ് കഹാർ. ഇനി 2025 പത്മ പുരസ്കാരം നേടിയ വിദേശികൾ എത്രയാണ്? 2025 പത്മ പുരസ്കാരം നേടിയ വിദേശികളുടെ എണ്ണം ചോദിക്കാം. എത്രയാ? 10 വിദേശികൾക്കാണ് 2025 പത്മ പുരസ്കാരം ലഭിച്ചത്. ഇനി 2025 മരണാനന്തരം പത്മ പുരസ്കാരം ലഭിച്ചവർ എത്രയാണ്? 2025 മരണാനന്തരം പത്മ പുരസ്കാരം ലഭിച്ചവർ എത്രയാ? 13 പേർ കേട്ടോ. എത്രയാ? 13 പേർക്കാണ്. ഇനി 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ഉദ്ദേശത്തോടുകൂടെ ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ഉദ്ദേശത്തോടുകൂടെ ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താ? ഓപ്ഷൻ ബി ആണ്, സംയോജിത ശിശു വികസന സേവനങ്ങളാണ്. സംയോജിത ശിശു വികസന സേവനങ്ങളാണ്. ഇനി റേഷൻ കടകളിൽ നേരിട്ടെത്തി സാധനങ്ങൾ കൈപ്പറ്റാൻ കഴിയാത്ത കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് സൗജന്യമായിട്ട് റേഷൻ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? റേഷൻ കടകളിൽ നേരിട്ടെത്തിയിട്ട് സാധനങ്ങൾ കൈപ്പറ്റാൻ കഴിയാത്ത കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് സൗജന്യമായിട്ട് റേഷൻ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയുടെ പേര് എന്താ? ഒപ്പം അല്ലെ. ഓപ്ഷൻ സി ആണ്, ഒപ്പമാണ്. ഇനി അനാഥരായവരോ മാതാപിതാക്കൾ ഒരാൾ മാത്രമോ ഉള്ള കുട്ടികൾക്കും HIV ബാധിതരായ കുട്ടികൾക്കും വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരെന്താ? അനാഥരായവരോ മാതാപിതാക്കളിൽ ഒരാൾ മാത്രമോ ഉള്ള കുട്ടികൾക്കും HIV ബാധിതരായിട്ടുള്ള കുട്ടികൾക്കും വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേര് ചോദിച്ചാൽ എന്താ? സ്നേഹപൂർവമാണ്. ഓപ്ഷൻ ഡി ആണ്, സ്നേഹപൂർവം. ഇനി 35ാമത്തെ ചോദ്യം, അനധികൃതമായിട്ട് രാജ്യത്ത് പ്രവേശിച്ചവർക്കും ശിക്ഷ കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുന്ന വിദേശികൾക്കും താൽക്കാലികമായിട്ട് താമസ സൗകര്യം പ്രദാനം ചെയ്യുന്ന പദ്ധതിയുടെ പേരെന്താ? അനധികൃതമായിട്ട് രാജ്യത്ത് പ്രവേശിച്ചവർക്കും ശിക്ഷ കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുന്ന വിദേശികൾക്കും താൽക്കാലിക താമസ സൗകര്യം പ്രദാനം ചെയ്യുന്ന പദ്ധതിയുടെ പേര് എന്താ? ട്രാൻസിറ്റ് ഹോം ആണ്. ഓപ്ഷൻ ബി ആണ്, ട്രാൻസിറ്റ് ഹോം ആണ്. ഇനി 2025 കേരള ബജറ്റിൽ പരാമർശിച്ച നഗരങ്ങളിലെ എല്ലാ ഭവനങ്ങളിലും ജലഭദ്രത ഉറപ്പുവരുത്താനുള്ള പദ്ധതിയുടെ പേരെന്താ? 2025 കേരള ബജറ്റിൽ പരാമർശിച്ച നഗരങ്ങളിലെ എല്ലാ ഭവനങ്ങളിലും ജലഭദ്രത ഉറപ്പുവരുത്താനുള്ള പദ്ധതിയുടെ പേര് എന്താ? ഓപ്ഷൻ ബി ആണ്, അമൃത് 2.0 പദ്ധതി കേട്ടോ. അമൃത് 2.0. ഇനി 2025 കേരള ബജറ്റിൽ പരാമർശിച്ച കുട്ടികളിലെ ജന്മനായുള്ള കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം, കൺജനിറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലാസിയ, G6PD ഡെഫിഷ്യൻസി, ഗാലക്ടോസെമിയ എന്നീ രോഗങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന പദ്ധതി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? 2025 കേരള ബജറ്റിൽ പരാമർശിച്ചിട്ടുള്ള കുട്ടികളിലെ ജന്മനായുള്ള കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം, കൺജനിറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലാസിയ, G6PD ഡെഫിഷ്യൻസി, ഗാലക്ടോസെമിയ എന്നീ രോഗങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന പദ്ധതി തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ന്യൂ ബോൺ സ്ക്രീനിങ് പ്രോഗ്രാം ടെസ്റ്റ് കേട്ടോ. ഓപ്ഷൻ സി, ന്യൂ ബോൺ സ്ക്രീനിങ് പ്രോഗ്രാം ടെസ്റ്റ്. ഇനി വയനാട് ജില്ലയുടെ സുസ്ഥിര വികസനത്തിനായിട്ട് ആരംഭിച്ച പദ്ധതി ഏതാണ്? വയനാട് ജില്ലയുടെ സുസ്ഥിര വികസനത്തിനായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേര് ഓപ്ഷൻ എ ആണ്, വയനാട് പാക്കേജ് കേട്ടോ. ഏതാ? വയനാട് പാക്കേജ്. ഇനി കേരള ബജറ്റിൽ പരാമർശിച്ച ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകാനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താ? ബജറ്റിൽ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ പരാമർശിച്ച ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ
ഒരു ക്ലാസ് മുതൽ 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകാനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താ? ഓപ്ഷൻ ബി ആണ് മാർഗദ്വീപമാണ്. ഏതാ? മാർഗദ്വീപമാണ്. ഇനി 1-ാം തരം മുതൽ 8-ാം തരം വരെയുള്ള ക്ലാസ്സുകളിലെ OBC വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നത് കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താ? 1-ാം തരം മുതൽ 8-ാം തരം വരെയുള്ള ക്ലാസ്സുകളിലെ OBC വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നത് കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് കെടാവിളക്ക്. ഓപ്ഷൻ സി കെടാവിളക്ക്. ഇനി കേരള ബജറ്റ് 2025 പരാമർശിച്ച സ്കൂൾ ഗണിത പഠനം കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ 3-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? കേരള ബജറ്റ് 2025 പരാമർശിച്ച സ്കൂൾ ഗണിത പഠനം കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ 3-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഓപ്ഷൻ ഡി മഞ്ചാടി. ഏതാ? മഞ്ചാടി. ഇനി കേരള ബജറ്റ് 2025 പ്രഖ്യാപിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ സൂ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ സൂ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാ? ഓപ്ഷൻ എ ആണ് തളിപ്പറമ്പിലാട്ടോ. എവിടെയാ? തളിപ്പറമ്പിലാണ്. ഇനി സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ഏക പാൽപ്പൊടി നിർമ്മാണ യൂണിറ്റ് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ഏക പാൽപ്പൊടി നിർമ്മാണ യൂണിറ്റ് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് മലപ്പുറത്താട്ടോ. എവിടെയാ? മലപ്പുറത്താണ്. ഇനി കേരള ബജറ്റ് 2025 പ്രഖ്യാപിച്ച MT വാസുദേവൻ നായരുടെ സ്മാരകം നിർമ്മിക്കുന്നത് എവിടെയാണ്? ബജറ്റിൽ പ്രഖ്യാപിച്ച MT വാസുദേവൻ നായരുടെ സ്മാരകം നിർമ്മിക്കുന്നത് എവിടെയാ? ഓപ്ഷൻ സി ആണ് തിരൂർ തുഞ്ചൻ പറമ്പിനോട് ചേർന്നിട്ടാണ്. ഇനി വികസിത് ഭാരതുമായി ബന്ധപ്പെട്ട് 2025 കേന്ദ്ര ബജറ്റിൽ പറഞ്ഞതിൽ ശരിയായവ ഏതൊക്കെയാണ്? വികസിത് ഭാരതവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത് ഏതൊക്കെയാണ്? 1 ദാരിദ്ര്യമില്ലാത്ത അവസ്ഥ, 2 സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ 70% സ്ത്രീകളുടെ പങ്കാളിത്തം, 3 100% നല്ല നിലവാരത്തിലുള്ള സ്കൂൾ വിദ്യാഭ്യാസം, 4 100% നൈപുണ്യമുള്ള തൊഴിലാളികൾ. ഇതിലെ ഏതൊക്കെയാണ് വികസിത് ഭാരതവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത്? ഏതൊക്കെ ഇതിൽ ശരിയായിട്ടുള്ളത്? 1 ദാരിദ്ര്യമില്ലാത്ത അവസ്ഥ ശരിയാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ 70% സ്ത്രീ പങ്കാളിത്തം, 100% നല്ല നിലവാരത്തിലുള്ള സ്കൂൾ വിദ്യാഭ്യാസം, 100% നൈപുണ്യമുള്ള തൊഴിലാളികൾ. 4 എന്തുമായി ബന്ധപ്പെട്ടതാ? വികസിത് ഭാരത്, അതായത് ബജറ്റിൽ പ്രഖ്യാപിച്ച വികസിത് ഭാരതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി 2025 കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി പരാമർശിച്ച രാജ്യത്തിന്റെ വികസന യാത്രാ വാഹനത്തിന്റെ 4 എഞ്ചിനുകളിൽ പെടുന്നത് ഏതൊക്കെയാണ്? 2025 കേന്ദ്ര ബജറ്റില് ധനമന്ത്രി പരാമർശിച്ച രാജ്യത്തിന്റെ വികസന യാത്രാ വാഹനത്തിന്റെ 4 എഞ്ചിനുകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാ? 1 നിക്ഷേപമുണ്ട്, 2 കൃഷി, 3 ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ, 4 നിക്ഷേപം. ഇത് 4ഉമാണ് ധനമന്ത്രി പരാമർശിച്ച വികസന യാത്രാ വാഹനത്തിന്റെ 4 എഞ്ചിനുകൾ എന്നറിയപ്പെടുന്നത്. ഏതൊക്കെയാ? 1 നിക്ഷേപം, 2 കൃഷി, 3 ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ, 4 നിക്ഷേപം. ഇനി 38ാമത് ദേശീയ ഗെയിംസിൽ ചാമ്പ്യന്മാരായ സംസ്ഥാനം ഏതാ? 38ാമത് ദേശീയ ഗെയിംസിൽ ചാമ്പ്യന്മാരായ സംസ്ഥാനം ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് സർവീസസ് ആണ്. ഏതാ? സർവീസസ് ആണ്. ഇനി ഇലോൺ മസ്ക് പുറത്തിറക്കുന്ന പുതിയ AI ചാറ്റ് ബോട്ട് ഏതാണ്? ഇലോൺ മസ്ക് പുറത്തിറക്കുന്ന പുതിയ AI ചാറ്റ് ബോട്ട് ചോദിച്ചാൽ ഏതാ? ഗ്രോക്ക് 3 ആട്ടോ. ഓപ്ഷൻ എ ആണ് ഗ്രോക്ക് 3 ആണ്. ഇലോൺ മസ്ക് പുറത്തിറക്കുന്ന പുതിയ AI ചാറ്റ് ബോട്ട് ചോദിച്ചാൽ ഏതാ? ഗ്രോക്ക് 3 ആണ്. ഇനി 5 ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് സമുദ്ര അന്തർ കേബിൾ ശൃംഖല ഒരുക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിന്റെ മാതൃകാ കമ്പനിയായിട്ടുള്ള മെറ്റ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരെന്താ? 5 ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് സമുദ്ര അന്തർ കേബിൾ ശൃംഖല ഒരുക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിന്റെ മാതൃ കമ്പനിയായിട്ടുള്ള മെറ്റ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര് ചോദിക്കാം. ഏതാ? ഓപ്ഷൻ സി ആണ് പ്രൊജക്ട് വാട്ടർ വർത്ത് കേട്ടോ. പ്രൊജക്ട് വാട്ടർ വർത്ത്. ഇനി 50ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിതനായതാരാണ്? ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിതനായത് ആരാ? ജ്ഞാനേഷ് കുമാർ കേട്ടോ. ഓപ്ഷൻ എ ആണ് ജ്ഞാനേഷ് കുമാർ ആണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു 50 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം? എക്സാം വരെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കറണ്ട് അഫയേഴ്സ് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ.